إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാത്തു സൂക്ഷിക്കുകയും മരണം വരെ സ്വർഗം ലഭിക്കുവാൻ കരഗതമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിന് സഹായിക്കുകയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ രണ്ട് ഖുതുബകളിലൂടെ നമ്മൾ സൂചിപ്പിച്ച വിഷയം ഒരു വീട് ഇസ്ലാമികമായി മാറാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നാം വീട്ടിൽ അനിവാര്യമായി ചെയ്യേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇസ്ലാമികമായ വീടുകളായി നാം അതിനു വേണ്ടി പണിയെടുക്കുമ്പോൾ അനിസ്ലാമികമായിട്ടുള്ള പല കാര്യങ്ങളും വീട്ടിനുള്ളിൽ ഉണ്ടാകാതിരിക്കാനും നാം വളരെ ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ എന്നെയും നിങ്ങളെയും ഉണർത്താനുള്ളത്, സൂചിപ്പിക്കാനുള്ളത്. അതിലൊന്നാണ് വീട്ടിലേക്ക് ഒരു ഹറാമായ ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. അതായത് ഹറാമായ സമ്പാദ്യത്തിലൂടെയുള്ള ഒരു ഭക്ഷണവും വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഓരോ ഗൃഹനാഥന്മാർ, രക്ഷിതാക്കളും ഉറപ്പുവരുത്തണം. നമ്മുടെ അധ്വാനത്തിൽ ഒരു തരിമ്പ് പോലും ഹറാമ്, നിഷിദ്ധമായതൊന്നും കടന്നു വന്നിട്ടില്ല. നമ്മുടെ ബിസിനസ്സിൽ, ഇടപാടിൽ, കച്ചവടത്തിൽ, സംസാരങ്ങളിൽ, അങ്ങനെ നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന ഒരു സമ്പാദ്യത്തിലും ഹറാമിന്റെ ഒരു അണുവില്ല എന്നുള്ള ഉറപ്പ് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ആ ഭക്ഷണമാണ് നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കൊക്കെ നമ്മൾ നൽകുന്നത്. പക്ഷേ ആ ഭക്ഷണത്തിന്റെ അടിസ്ഥാനം നോക്കുമ്പോൾ അത് ഹറാമ് കലർന്നതായിരിക്കും. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും, അധ്വാനിക്കുന്നവരും, ജോലിയിൽ ഇടപെടുന്നവരും, ബിസിനസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായിക്കൊണ്ട് അല്ലാഹു മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ടും സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടും അല്ലാഹു അയച്ച നബിമാരെയും റസൂലുകളെയും വിളിച്ചുകൊണ്ടും ഈ കാര്യം ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ ആയത്തുകൾ കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ മുഴുവൻ, മാനവകുലത്തെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിൽ ഹലാലും ത്വയ്യിബും മാത്രമാണ് ഭക്ഷിക്കേണ്ടത്.
അനുവദനീയമായതും വിശിഷ്ടമായതും മാത്രമാണ് ഭക്ഷിക്കേണ്ടതെന്ന് സൂറത്തു അൽ ബഖറയിലെ 168-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ തൊട്ടു താഴെ വരുന്ന 172-ാമത്തെ ആയത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് ത്വയ്യിബാത്തായിരിക്കണം, വിശിഷ്ടമായിരിക്കണം, നല്ലതായിരിക്കണം. നിഷിദ്ധമായതൊന്നും ആ ഭക്ഷണത്തിൽ കലരാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ചെക്ക് ചെയ്യാനുള്ളതല്ല. എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഭക്ഷണത്തെ നാം നേടുന്നത്, കഴിക്കുന്നത്? അത് പണം ചെലവാക്കുന്ന സമ്പത്താണ്. ആ സമ്പത്തിൽ ഒരിക്കലും ഒരു ഹറാമ് ഉണ്ടാകാൻ പാടില്ല, ഹലാലായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി അൽ മുഅ്മിനൂൻ സൂറത്തിലെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹ് നബിമാരെ വിളിച്ചുകൊണ്ട്, റസൂലുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ, ഓ റസൂലുകളെ, നബിമാരെ, അല്ലാഹുവിന്റെ റസൂലുകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ വിശിഷ്ടമായത് മാത്രമാണ് ഭക്ഷിക്കേണ്ടത്. വഅമലു സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും അല്ലാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കണം, സമ്പാദിക്കണം, കുടുംബത്തെ പോറ്റണം. അത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. ഒരു മുസ്ലിമിന്റെ സംസ്കാരമാണ് വെറുതെ ഇരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അധ്വാനിച്ച് ജീവിക്കുവാൻ ഇസ്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കുക എന്നുള്ളത് ഒരു അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫലമാണ്. അതുപോലെ തന്നെ പട്ടിണി ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതും, അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ സമ്പത്ത് ചെലവഴിക്കാനുള്ള ഒരു വഴിയുമാണ് അധ്വാനിച്ചു കിട്ടുന്ന സമ്പത്തിന്റെ നേട്ടങ്ങൾ. ഒന്ന് കുടുംബത്തെ പോറ്റാനും മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുവാനും ഒക്കെ സമ്പത്ത് ആവശ്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത വിധം കിട്ടുന്ന ആയുസ്സും സമയവും അധ്വാനിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഹറാമ് കലരാത്ത അധ്വാനമായിരിക്കണം, സമ്പാദ്യമായിരിക്കണം എന്നാണ്. ഇന്ന് ആധുനിക മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഭാവത്തിനോട് പറഞ്ഞു കൊടുത്ത കാര്യം ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. ഇന്ന് സമ്പാദ്യത്തിൽ, കച്ചവടത്തിൽ, അതുപോലെ കുടുംബത്തെ പോറ്റുന്ന തൊഴിലുകളിലൊന്നും ഹറാമും ഹലാലും പരിഗണിക്കുന്നില്ല ഭൂരിഭാഗം ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായ താക്കീതിന്റെ കാര്യമാണ്. ഹറാമും ഹലാലും നോക്കാതെ സമൂഹത്തിൽ സമ്പാദ്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ മനുഷ്യന്മാർക്കിടയിൽ വളർന്നു വരും, വ്യാപകമാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്തി അലന്നാസ് സമാൻ, ഒരു കാലഘട്ടം വരാറുണ്ട്, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാൽ അം മിൻ ഹറാം. താൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ എന്ന് നോക്കാതെ, അത് പരിഗണിക്കാതെ കിട്ടുന്നതെല്ലാം സമ്പാദിച്ച് നേടുക എന്നുള്ള ത്വര, ഒരു ആർത്തി മനുഷ്യന്മാരുടെ ജീവിതത്തിൽ കടന്നു വരും. ഇത് കേട്ട സ്വഹാബത്ത് അവർ ജീവിച്ച കാലഘട്ടത്തിലാണോ ഇത് സംഭവിക്കുന്നത് എന്ന് പോലും അവർ പരിശോധിച്ചു പോയി. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ നടക്കുന്നുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട സ്വഹാബത്ത് അവർ ജീവിക്കുന്ന സമൂഹത്തെ അവരെയും കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ അങ്ങനെയാണ്. എന്ത് കാട്ടിയാലും വേണ്ടിയില്ല, സമ്പത്ത് ഉണ്ടാക്കുവാൻ എല്ലാവരുടെയും ത്വര അതാണ്.
അത് ഹറാമും ഹലാലും നോക്കുന്നില്ല. റസൂൽ പ്രവചിച്ച കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ. നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് യഥാർത്ഥമായ ലജ്ജ കാണിക്കണമെന്ന് പറഞ്ഞു സ്വഹാബത്തിനോട്. അല്ലാഹുവിൽ നിന്ന് നേരാവണ്ണമുള്ള ലജ്ജ നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഖുൽനാ യാ റസൂലല്ലാഹ് ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാഹ്. ഞങ്ങൾക്ക് അല്ലാഹുവിനോട് വളരെ ലജ്ജ കാണിക്കുന്ന ആളുകളാണല്ലോ എന്ന് സ്വഹാബത്ത് മറുപടി പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ലൈസ ദാക, അതല്ല, നിങ്ങൾ പറയുന്ന ആ ലജ്ജയല്ല. വലാകിൻ അൽ ഇസ്തിഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ. ശരിയായ രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ അൻ തഹ്ഫള റഅസ വമാ വഅ. നീ നിന്റെ തലയും ആ തല ഉൾപ്പെടുന്ന അവയവങ്ങളുമുണ്ട്, അതിനെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുവാൻ ശ്രദ്ധിക്കണം. തലയിലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ കണ്ണ്, അതുപോലെ നമ്മുടെ വായ, അതുപോലെ ചെവി. ഇതിലൂടെയാണല്ലോ മനുഷ്യന്മാർ കൂടുതൽ വഴിതെറ്റുന്നതും ഹറാമിലേക്ക് പോകുന്നതും. അത് ലജ്ജയില്ലാത്ത സ്വഭാവം കൊണ്ടാണല്ലോ. ലജ്ജയില്ലെങ്കിൽ മനുഷ്യന്മാർ തോന്നിയതുമാതിരി ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ലജ്ജയുടെ അതിരുകൾ കടന്നു പോകുമ്പോൾ, അതിന്റെ ബൗണ്ടറികൾ ഇല്ലാതെയായി മാറുമ്പോഴാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തെമ്മാടിത്തരങ്ങളും അതുപോലെ വേണ്ടാത്തരങ്ങളും ഉണ്ടാകുന്നത്. ഒന്ന് കണ്ണുകൊണ്ട് കാണും, ചെവി കൊണ്ട് കേൾക്കും, അതുപോലെ വേണ്ടാത്ത വർത്തമാനങ്ങൾ വായ കൊണ്ടുണ്ടാക്കും. അതുകൊണ്ട് ഇതിന്റെ തല, അത് ഉൾപ്പെടുന്ന അവയവങ്ങളെ നീ കാത്തു സൂക്ഷിക്കണമെന്നോ. രണ്ടാമത് പറഞ്ഞു, നീ നിന്റെ വയറിനെ കാക്കണം. കാരണം വയറ്റിലേക്ക് ഒരു ഹറാമായ ഒരു ഭക്ഷണം കടന്നു വരാതെ ഹലാലായ ഭക്ഷണം മാത്രം വയറ്റിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു, നശിച്ചു പോകുന്ന ഈ ദുനിയാവും മരണത്തെ കുറിച്ച് നീ ഓർക്കണം. ആരെങ്കിലും പരലോക ജീവിതത്തെ ഉദ്ദേശിക്കുകയെന്നുണ്ടെങ്കിൽ ദുനിയാവിലെ അലങ്കാരമെല്ലാം അവൻ ഉപേക്ഷിക്കുമെന്നാണ്. ഇതാണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സസൂക്ഷ്മം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് അല്ലാഹുവുമായി ഏറ്റവും നന്നായി യഥാർത്ഥ രൂപത്തിൽ ലജ്ജ കാണിക്കുന്ന ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് മനുഷ്യൻ ഇന്ന് സമ്പത്തിനോട് വളരെ ആർത്തിയുള്ളതാണ്. അതുകൊണ്ട് ഹറാമായ ഒരു സമ്പാദ്യം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ, നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ കുത്തുബകളിലൊക്കെ വീട്ടിൽ നിർബന്ധമായി ഒരു ഇസ്ലാമികമായി വീടാവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പറഞ്ഞു. നമസ്കാരം നടക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുള്ള വേണം, അതുപോലെ ഖുർആൻ പാരായണം വേണം, വീട്ടിൽ റിഫ്കോട് കൂടി പെരുമാറണം, അതുപോലെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് സ്വതക്ക നൽകാനുള്ള പ്രോത്സാഹനം കൊടുക്കണം, വീട്ടിൽ ഇസ്ലാമികമായി ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിലുള്ള കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ തൊഴിലിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന സമ്പാദ്യത്തിന്റെ മേഖലയിൽ ഒരു ഹറാമും ഹലാലും പരിഗണിക്കാതെയാണ് അവൻ നിഷിദ്ധമായതും അനുവദനീയമായി കൂടി കലർത്തിയാണ് അവൻ സമ്പാദിച്ചു കൊണ്ടുവരുന്ന സമ്പാദ്യം കൊണ്ട് തന്റെ മക്കളെയും കുടുംബത്തെയും പോറ്റുമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിട്ട് ഒരു കാര്യമില്ല, ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ജോലി എടുക്കാൻ അധ്വാനിക്കുന്നതും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ ഏത് കച്ചവടത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ആ കച്ചവടത്തിൽ ഇസ്ലാമികമായ കർമ്മശാസ്ത്രം നമ്മൾ പഠിക്കണം. ഒരു പച്ചക്കറി കൃഷിക്ക്, ഒരു ഫ്രൂട്ട്സിന്റെ കൃഷിക്കാണ് നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ ആ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്ലാമികമായ പാഠങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വിഷയത്തിൽ എന്റെ ഹറാമ് വരും, ഹലാലുകൾ എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഏതൊരു മനുഷ്യനും അവന്റെ ഏത് സംരംഭമായി മുന്നിട്ടിറങ്ങിയാൽ ആദ്യം അവൻ ചെയ്യേണ്ടത് അതിന്റെ ഇസ്ലാമികമായ കർമ്മശാസ്ത്രം പഠിക്കണമെന്ന്. ഇന്ന് അങ്ങനെ ആരും ചെയ്യുന്നില്ല. അതൊക്കെ അധ്വാനം, അങ്ങനെ അധ്വാനിക്കും, അതിൽ ഹറാം ഹലാൽ നോക്കൂല, എന്തായാലും വേണ്ടിയില്ല, കാശ് കിട്ടണമെന്ന്.
ആ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല, ബറക്കത്ത് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി കൊണ്ട് താക്കീത് ചെയ്ത കാര്യം റസൂലൊക്കെ പറഞ്ഞു, മൻഹൂമാനി, രണ്ട് കാര്യങ്ങൾക്ക് മനുഷ്യർക്ക് വളരെ ആർത്തിയുള്ളതായിരുന്നു. ലാ യശ്ബഅനി, അവർക്ക് മതി വരില്ല. രണ്ട് വിഭാഗം ആളുകൾ ആർത്തിയുള്ള ആളുകളായിരിക്കും. അവർക്ക് മരിക്കോളം ആർത്തി ഉണ്ടാവും. അവർക്ക് അതിന് എങ്ങനെയാലും മതി വരാത്ത ഒരു വിഭാഗമാണ്. എന്നിട്ട് പറഞ്ഞു, അത് ആരാണ്? ഒന്ന് ത്വാലിബുൽ ഇൽം, ഇൽമ അന്വേഷിക്കുക, അറിവ് അന്വേഷിക്കുക. അറിവ് എത്ര അന്വേഷിച്ചാലും മതിയാവില്ല. അതിന് ഒരു അതിരില്ല. അതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്നാണ് ത്വാലിബുദ് ദുനിയ, സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ആ ആർത്തി. സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച കാര്യം. പക്ഷേ ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയ ആർത്തി ഉണ്ടാവുന്നതാണ്. ഇന്ന് ആർത്തിയാണ് സമ്പത്തിനോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയാൻ മിൻ മാലി, ആദമിന്റെ മകൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ രണ്ട് താഴ്വരകൾ നിറച്ചു കൊടുത്താൽ, സ്വർണത്തിന്റെ രണ്ട് താഴ്വരകൾ അവന് കൺകുളിർക്കെ നിറച്ചു കൊടുത്താലും അവൻ മൂന്നാമത് താഴ്വര ഉണ്ടായിരുന്നു കുതിക്കുന്ന ഏഴാകാശങ്ങൾക്ക് മുകളിൽ വന്ന റസൂലിന്റെ വഹിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന്റെ രണ്ട് താഴ്വരകൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സമ്പത്തിന്റെ താഴ്വര കിട്ടാൻ വേണ്ടി അവൻ ആർത്തി കാണിക്കും, ആഗ്രഹിക്കുമെന്നാണ്. ആ ആർത്തി ഒടുക്കുന്ന സമയം എത്ര? വൈകണ സമയത്ത്. മറ്റോട് കൂടി പിന്നെ ആർത്തി ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ശക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ലിഅൻ യത്റുക റജുലു ദിർഹമൻ ഹറാമൻ ഖൈറുൻ ലഹു മിൻ അൻ യതസദ്ദഖ ബിമിഅതി അൽഫ് ദിർഹം. ഒരു ദിർഹം ഹറാമായത് വരുന്നത് ഉപേക്ഷിക്കുന്നതാണ് അവൻ 1,00,000 ദിർഹം സ്വതക്കയായി കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം. ഒരാള് 1,00,000 ദിർഹം സ്വതക്കയായി കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരു ദിർഹം ഹറാം തന്റെ സമ്പാദത്തിലേക്ക് വരരുത്, അതിനെ ഉപേക്ഷിക്കുന്നവനെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സഹാബത്തിന്റെ ഭാര്യമാർ, നമ്മുടെ മുൻഗാമികളായ സലഫ് സ്വാലിഹികളുടെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ, തൊഴിലിന് പോകുമ്പോൾ, ബിസിനസിന് പോകുമ്പോൾ അവർ കൊടുക്കുന്ന ഉപദേശം മഹാനായ മുൻഗാമിയായ സലഫ് സ്വാലിഹികൾ പണ്ഡിതൻ ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹിമഹുല്ലാഹ് കൊടുക്കുന്നുണ്ട്. അവർ പറയും, എന്റെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകും, എന്താ പറയല്? وعلى هذا كان النساء في السلف كان الرجل اذا خرج من منزله يقول له اهله اياك وكسب الحرام وانا نصبر على الجوع ولا نصبر على النار. എന്താ പറയല്? അല്ല, ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനത്തെ ഭാര്യമാർ നമ്മൾ പുറത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ, വിദേശത്ത് പോകുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാര്യം നമ്മുടെ ഭാര്യമാർ പറയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും. എന്താ പറയാ? അവരുടെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവർ പറയും, നിങ്ങൾ ഹറാം സമ്പാദിക്കുന്നത് സൂക്ഷിക്കണം. ഞങ്ങൾക്ക് വിശപ്പിനെ തൊട്ട് ക്ഷമിക്കാൻ കഴിയും. നരകത്തെ തൊട്ട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഭാര്യമാരുണ്ടോ? സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതാ. അവരൊക്കെ പരലോകത്തിന് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. ഭർത്താക്കന്മാർ കുടുംബത്തിലും കഷ്ടപ്പാടും ദാരിദ്ര്യം വരുന്നത് അവരെ വലിയ പ്രതീക്ഷിക്കുന്ന മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അവരെന്താ പറയുന്നത്? ഞങ്ങൾ എത്രയും പട്ടിണി കിടക്കാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സമ്പാദ്യത്തിൽ ഭക്ഷണമായി ഞങ്ങൾക്ക് നൽകുന്നതിൽ ഹറാം കലരുന്നത് ശ്രദ്ധിക്കണേ എന്ന് മുൻഗാമികളായ സ്വഹാബിമാരുടെയും അവരെ
കൂടെ ജീവിച്ച താബീങ്ങളുടെ ഭാര്യമാർ തന്റെ ഭർത്താക്കന്മാർക്ക് നൽകുന്ന ഉപദേശമായി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട അള്ളാഹ് അനുവദിച്ച കാര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങി നിന്നാൽ, ഇന്നൊക്കെ പല ആളുകളും ഈ കാര്യം പറയുമ്പോൾ കുറച്ച് പടച്ചോനെ പേടി 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളോട് പോലും നിങ്ങളുടെ ബിസിനസ്സിലും കാര്യങ്ങളൊക്കെ ഹറാമും ഹലാലൊക്കെ കടന്നു വരുന്ന സൂക്ഷികളൊക്കെ തിരിച്ചു പറയുന്ന മറുപടി, എങ്ങനെ ഉസ്താദെ ഇതൊന്നും നോക്കാതെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുക? ഹറാമും ഹലാലൊക്കെ ബിസിനസ്സിൽ ഇങ്ങനെ ഓരോ തരം തിരിച്ച് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് എങ്ങനെയുള്ള ആൾക്ക് സമ്പാദ്യമായി മാറാൻ, സമ്പന്നനായി മാറാൻ പറ്റും? ഇതെല്ലാം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ സമ്പത്തെല്ലാം നൽകുന്നത് അൽമാലു മാലുല്ലാഹ്, എല്ലാ സമ്പത്തും അള്ളാഹുവിൻ്റെതാകുന്നു. വൽ ഖൽഖു ഇയാലുല്ലാഹ്, ആ സമ്പത്തുകൾ ഒരു വേള, ഒരു കുറച്ച് സമയം ക്രയവിക്രയം നടത്താൻ മാത്രമേ അവരുടെ സൃഷ്ടികൾക്ക് അള്ളാഹ് കൊടുത്തുള്ളൂ. എല്ലാ സമ്പത്തിനും ഉടമസ്ഥൻ അള്ളയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാ അല്ലാഹ്, അള്ളാഹനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ട് തന്റെ സമ്പത്തിലൂടെ ഹറാം വരുന്നില്ല എന്ന് കാത്തു സൂക്ഷിക്കുന്ന ഒരു മുത്തഖിയായ മനുഷ്യൻ അതിനേക്കാൾ ഖൈറുള്ളത് അല്ലാഹു നമുക്ക് നൽകുന്ന ആ വിശ്വാസമാണ്. ഞാൻ ഇതൊക്കെ നോക്കുള്ളൂ. ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും എന്റെ സമ്പാദ്യത്തിൽ, എന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഹറാമിന്റെ തരിമ്പ് പോലും ഇല്ല എന്നുള്ള സൂക്ഷ്മത, അത് ജാഗ്രതയോട് കൂടി പുലർത്തി പോകുവാൻ ആര് തയ്യാറാണോ അല്ലാഹു അവർക്ക് ഏറ്റവും ഖൈറായത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി കച്ചവടക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റസൂൽ പറഞ്ഞു. 2 കച്ചവടക്കാർ അവരുടെ കച്ചവടത്തിൽ ആ കച്ചവടം ചെയ്യുന്ന സമയത്ത് പരസ്പരം ആ കച്ചവടത്തിൽ സത്യസന്ധതയും ആ വിൽക്കുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ആ വാങ്ങുന്ന ആളോട് ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കച്ചവടത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവുന്ന. അങ്ങനൊന്നുമില്ല. ഏറ്റവും വസ്തുക്കളിലേക്ക് വളരെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറഞ്ഞ വസ്തുക്കളെ അത് ഏറ്റവും നല്ല മേന്മയുണ്ടെന്ന് പറഞ്ഞ് ആവശ്യക്കാരെ പറ്റിക്കാൻ കച്ചവടം നടക്കാൻ അവിടെ ബർക്കത്തുണ്ടാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിൽക്കുന്ന വസ്തുക്കളിൽ കുറവും അതുപോലെ തന്നെ അതിന്റെ ന്യൂനതകളും ഒരാള് മറച്ചു വെച്ചാണ് കച്ചവടം ചെയ്യണമെങ്കിൽ അവർ രണ്ടുപേരുടെയും കച്ചവടത്തിൽ ബർക്കത്ത് ഇല്ലാതെ ആവുന്ന. ഇന്ന് അതാണ് ഇല്ലാത്ത. പൈസ എല്ലാവരും എടുത്തുണ്ട്, നല്ല സംഖ്യ, പക്ഷെ ബർക്കത്തില്ല. ചെലവഴിക്കുന്നതോടെ തന്നെ ചെലവഴിക്കുന്നത് നോക്കി എല്ലാവർക്കും സമ്പത്തുണ്ട്, പക്ഷെ ഹൈറായ അവരെ പരലോകത്തിന് വേണ്ടി നാളെ ഖബറിലെയും പാരത്രിക ലോകത്തും അവർക്ക് രക്ഷയേകുന്ന മാർഗങ്ങളിൽ കണ്ടെത്തിയല്ലെന്ന ആളുകൾ ചെലവഴിക്കുന്ന സമ്പത്തേക്ക്. ഇനി ഈ സമ്പത്തൊക്കെ ഉള്ള ആളുകളെടുത്തും അവർക്ക് മനസ്സമാധാനമില്ല. എന്താ കാരണം? ബർക്കത്തില്ല എന്നാണ്. മക്കളെന്ത് അനുസരിക്കുന്നില്ല. പല പ്രശ്നങ്ങളും അവർക്കുണ്ട്. പരിശോധിക്കണം. കാരണം നമ്മൾ ജീവിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ മുഖ്യ കാരണം നന്നായി എന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നുവാനാണ്. അതിൽ ഹറാമ് കലരാതെ രൂപത്തിൽ നമ്മുടെ കച്ചവടം സമ്പാദ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വീട്ടിൽ ഖുർആൻ പാരായണമുണ്ട്, ഇസ്ലാമിക മര്യാദകളൊക്കെ ഉണ്ട്, പക്ഷേ കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ സമ്പാദ്യ മേഖലയിൽ ഹറാമും ഹലാലും പരിഗണിക്കാതെയാണ് നയിച്ചു കൊണ്ടിരുന്നെങ്കിൽ, സമ്പാദിക്കുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായാൽ ബർക്കത്തുണ്ട്. ചില ആളുകൾ അങ്ങനെ ചോദിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട്, പക്ഷേ ഉസ്താദെ നിങ്ങൾ പറയുന്നതൊന്നും കിട്ടുന്നില്ല. പരിശോധിക്കണം. ഓരോന്നും കിട്ടുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കും. പക്ഷേ നമ്മൾ അധ്വാനിക്കുന്ന അധ്വാന മേഖലകളിൽ ഹറാമ് കലരുന്നുണ്ടോ എന്ന് പരിശോധിക്കൂല. അതുകൊണ്ടാണ് മുൻഗാമികളായ സഹാബ വനിതകളൊക്കെ തന്റെ ഭർത്താക്കന്മാരെ പറഞ്ഞത്, ഞങ്ങൾ എത്രയും പട്ടിണി കിടക്കാൻ റെഡിയാണ്, പക്ഷെ നരകത്തി ഒരു വേള ഒരു നിമിഷം പോലും അത് അനുഭവിക്കാൻ ഞങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന ഈ സമ്പത്ത് നമ്മളിങ്ങനെ മക്കൾക്ക് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് എന്താ കൊടുക്കുന്നത്? തിന്മയാണ്, തീയാൾ തീറ്റിക്കണം അവരെ കൊണ്ട്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അതുകൊണ്ട് നമ്മുടെ വീട് ഇസ്ലാമികമാകാൻ നമ്മുടെ വീട്ടിൽ ഒരിക്കലും
കൊണ്ടുവരാൻ പാടില്ലാത്ത, ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ സമ്പാദ്യ മേഖലയിൽ ഹറാമിന്റെ ഒരു അംശം കടന്നു വരാത്ത സമ്പാദ്യമായി നമ്മുടെ സമ്പത്തുകളെ സംസ്കരിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലജമീഇൽ മുസ്ലിമീന ഫസ്തഗ്ഫിറൂ മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യും. സഹോദരങ്ങളെ, 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആളുകൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ കാലാവസ്ഥയുടെ ചൂടിനെ കുറിച്ച്. അല്ലാത്ത ചൂട്, ഒരു മഴ ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് പറഞ്ഞു. ഇന്ന് നമ്മളോ അള്ളാഹുവിന്റെ മഹത്ത അനുഗ്രഹം കൊണ്ട് മഴ ലഭിച്ചപ്പോൾ വല്ലാത്ത മഴ. ഇതൊന്ന് എപ്പോഴാണ് നിന്ന് കിട്ടാൻ? മനുഷ്യന്റെ പ്രതികരണത്തിലുള്ള മാറ്റങ്ങൾ. മഴ എന്നുള്ളത് അടിസ്ഥാനപരമായി എല്ലാം കൊണ്ടും അനുഗ്രഹമാണ്. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ബറക്കത്തുകളുടെ ഉറവിടമെന്ന് പറഞ്ഞത് മഴയാണ്. ബറക്കാത്തിൻ മിനസ്സമാ എന്ന് പറഞ്ഞത് അല്ലാഹ് പറഞ്ഞത്. ആകാശ ലോകത്ത് ബറക്കത്തായാണ് മഴ പെയ്യുന്നത്. മഴയെ അല്ലാഹു ഉപമിച്ചത് അതാണ്, ബറക്കാത്താണ്. ഈ മഴ നമുക്ക് ദുരന്തമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിനാസ്. കടലിലും കരയിലും കുഴപ്പങ്ങൾ ഉണ്ടാകാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും ദുരിതങ്ങൾ ഉണ്ടാകാനുമുള്ള മുഖ്യ കാരണം അല്ലാഹ് പറയാൻ ജനങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. നമുക്ക് നാട്ടിലൊക്കെ വെള്ളക്കെട്ടുകൾ, റോഡിലുള്ള വെള്ളക്കെട്ടിലൊക്കെ പ്രധാന കാരണം എന്താ? റോഡിന്റെ ചുറ്റുഭാഗം താമസിക്കുന്ന ആളുകൾ വെള്ളം അത് ഒഴുകിപ്പോകാൻ സാധ്യമാകാത്ത രൂപത്തിൽ അതിനെ കെട്ടിനിർത്തി വലിയ വലിയ കോൺക്രീറ്റ് മതിലുകൾ ഉണ്ടാക്കി. നിങ്ങൾക്കെന്നറിയാം, ഈ പാണക്കാട്, ഈ കൊതുക്കൽ നിന്ന് പാണക്കാട് പോകുന്ന വഴിയിലുണ്ട് നല്ല വലിയ വീടുകൾ. ആ ചുറ്റും ഒരു കുളം സമാനമായ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്. എത്ര വാഹനങ്ങൾക്കാണ് അതൊരു ഉപദ്രവമായി മാറുന്നത്? കാരണം വെള്ളത്തിലൂടെ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ അതിനെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരാമെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട്? അതാ പറഞ്ഞത്, മഴ എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. ആ മഴയെ അനുഗ്രഹമായി കണ്ട് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 3-4 ദിവസം നമ്മളൊക്കെ ജില്ലകളിൽ സ്കൂളില്ലാത്ത അവസ്ഥകൾ ഉണ്ടായി. പണ്ട് നമ്മൾ മഴ പെയ്തിരുന്നു. അന്ന് മഴകൾ പെയ്ത് അത് ഭൂമിയിലേക്ക് ആഴ്ന്നു പോകാൻ സംവിധാനങ്ങൾ ഉണ്ടായി. ഇന്ന് സംവിധാനങ്ങളെല്ലാം പോയി, അതിന് ദുരുപയോഗപ്പെടുത്തി. അതുകൊണ്ട് ഒരു വിശ്വാസി ഒരിക്കലും മഴ വരുമ്പോൾ അതിനെ ഒരു ദുരന്ത മഴ, കെടുതി എന്നൊക്കെയുള്ള ഒരു വിശേഷണം നൽകരുത്. ചില ചാനലുകളിലൊക്കെ മഴ പെയ്യുമ്പോൾ കൊടുക്കും തലക്കെട്ടുകളായിരുന്നു. മഴക്കെടുതി, തോരാമഴ. മഴ വേണ്ടേ? പക്ഷെ ആ മഴയെ ഒരു അനുഗ്രഹമായി കണ്ടു. കാരണം മഴ അള്ളാഹു ശിക്ഷയെ ഇറക്കിയിട്ടുണ്ട്. മുൻകഴിഞ്ഞ ചില സമുദായങ്ങൾ അള്ളാഹു മഴ ഇറക്കി മഴയിലൂടെ നശിപ്പിച്ചിട്ടുണ്ട്. മഴ ശിക്ഷയായിട്ട് മാറുന്നു. പക്ഷെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥകളിൽ തമ്മിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരിക്കലും ദുരുദ്ദേശത്തോടു കൂടി കാണാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മഴ പെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ചില മുൻകഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ഈ മഴ ഞങ്ങൾക്ക് ഉപകാരപ്രദമാക്കണേ, ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് ഉപകാരപ്രദമാവുകയും ഉപദ്രവമായ സാഹചര്യം ഉണ്ടാക്കാനൊക്കെ കഴിവുള്ളവരല്ല. അതുകൊണ്ട് ആ അള്ളാഹിനോട് പറയണം, റബ്ബേ ഈ മഴ ഞങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകണം. ഇനി മഴ പെയ്താൽ എന്താ പറയേണ്ടത്? അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയേണ്ടത്. അത് അള്ളാഹുവിന്റെ ഫദ്ല്. ആ മഴ പെയ്യാത്തൊരു അവസ്ഥ എന്താ അവസ്ഥ? അതാ പറഞ്ഞത്, കഴിഞ്ഞ 2 മാസം ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ എന്താ പറയുക, എന്തൊരു ചൂട്. മഴയുടെ കാലങ്ങൾ ആകാശത്ത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ ആ മഴയുടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്കാണ് പെയ്തപ്പോഴോ ഈ മഴ ഒന്ന് ശമിച്ചു കിട്ടിയിരുന്നെങ്കിൽ അതൊരിക്കലും ഒരു വിശ്വാസിയുടെ വായിൽ നിന്നും വരാൻ പാടില്ല. അതുകൊണ്ട്
ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അത് ശുക്ർ ചെയ്യുന്ന വിശ്വാസികളായി നമ്മൾ മാറണം. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഗഫൂറും ഗഫാറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم